ഹായ് ഹലോ ഡ്രീം എന്ന് പറയുന്ന സാധനമില്ലേ നമ്മൾ സ്വപ്നമായിട്ട് മാത്രം കാണാൻ പാടില്ല കേട്ടോ. അതിനെ യാഥാർത്ഥ്യമാക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ ആ ഒരു സന്തോഷത്തിന് നമ്മൾ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ഡ്രീം കാണുന്ന വ്യക്തിയാണ്. പക്ഷേ ഡ്രീം കണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല, അതിനെ യാഥാർത്ഥ്യമാക്കാൻ ഞാൻ തുടങ്ങും. അങ്ങനെ തുടങ്ങിയതാണ്. എനിക്കൊരു വരുമാനമാണ് എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഡ്രീമായിട്ട് സെറ്റാക്കിയതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കൊരു വർക്ക് കിട്ടിയപ്പോൾ ഞാനത് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പലരുടെയും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ, കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് എന്നെ തളർത്താൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരിക്കലും ഞാൻ തളർന്നിട്ടില്ല. അവരൊക്കെ പറയുന്ന വാക്കുകൾ നിന്നെക്കൊണ്ട് പറ്റില്ല, ഇതിലൊന്നും കിട്ടില്ല എന്നുള്ള ആ ഒരു വാക്കുകൾ എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്രീമിനെ സാക്രിഫൈസ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഡ്രീം ആഗ്രഹിച്ച, അതായത് ആ ഒരു ഡ്രീമിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ഡ്രീമിനെ വിട്ടുകൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു ഡ്രീമിനെ ഇപ്പോൾ ഞാൻ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഒരു ചെറിയൊരു വരുമാനം കൊണ്ട് തന്നെ എൻ്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ ഡ്രീമായിട്ട് ഞാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ എന്നെ യാഥാർത്ഥ്യമാക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഡ്രീം കണ്ട് അത് യാഥാർത്ഥ്യമാക്കിയ വ്യക്തികളാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഡ്രീം കണ്ടതുകൊണ്ട് കാര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഡ്രീമുണ്ട്, വലിയ ഡ്രീമാണ്. അതിന് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അറിയുന്നില്ല എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. വർക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ.